ഇപ്പൊ ക്രിസ്റ്റഫറിനെ കുറിച്ച് പറഞ്ഞപ്പോ മമ്മൂക്കയുടെ കൂടെ ഇതിനു മുമ്പ് ഒരു മൂവി ചെയ്തിട്ടുണ്ട്. പണ്ട് മമ്മൂക്കയ്ക്ക് ഒരു കത്തൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അയ്യോ അതെ, അതാരാ പറഞ്ഞത്? ഞാൻ റെഫർ ചെയ്തിട്ടാണല്ലോ ഓ വരുന്നത്. ഓക്കെ ഓക്കെ, അടിപൊളി, നല്ല റിസർച്ച് ആണ്. ആക്ച്വലി അത് മമ്മൂക്ക തന്നെ ആക്ച്വലി അതിന്റെ ക്രിസ്റ്റഫറിന്റെ പ്രസ് മീറ്റിൽ ആ പറഞ്ഞിരുന്നു. ആ കാരണം എൻ്റെ ആദ്യത്തെ സിനിമ ഞാൻ ആദ്യമായിട്ട് എന്താ പറയണ്ടേ, കുഞ്ഞനന്തന്റെ കട. കുഞ്ഞനന്തന്റെ കട എന്ന് പറഞ്ഞ സിനിമ, അത് ഞാൻ എൻ്റെ ഒരേ ഒരു നാടകം മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആ നാടകം കണ്ടിട്ടാണ് സലീം അഹമ്മദ് അതിന്റെ ഡയറക്ടർ വിളിക്കുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു, എടാ ഇങ്ങനൊരു സംഭവമാണ്, സുഗു എന്നാണ് ക്യാരക്ടറിന്റെ പേര്, നിനക്ക് ഡയലോഗ്സ് ഇല്ല, കാരണം അതിനകത്ത് സുഗു ആരോടും മിണ്ടില്ല, ജസ്റ്റ് ഒരു പുള്ളുവൻ വീണ വായിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അപ്പം ആളുകൾ ഇങ്ങനെ സുഗു എവിടെ നിന്നാ വന്നതെന്ന് പോലും അറിയത്തില്ല. പക്ഷെ കുഞ്ഞനന്തേട്ടന്റെ കടയിൽ എപ്പോഴും ഉണ്ട് സുഗു. കുഞ്ഞനന്തേട്ടന്റെ കടയിൽ തന്നെ തിണ്ണയിൽ തന്നെ കിടന്നുറങ്ങും. കുഞ്ഞനന്തേട്ടന് കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കും. അപ്പൊ അങ്ങനെ ഒരു ഞങ്ങൾ തമ്മിലൊരു ബന്ധം ഉണ്ടായിരുന്നു ആ സിനിമയിൽ. പക്ഷെ അന്ന് എനിക്ക് അടുത്തിടപഴകാൻ പറ്റിയില്ല. പക്ഷെ അതിനുശേഷം 9 കൊല്ലത്തിന് ശേഷമാണ് വീണ്ടും ക്രിസ്റ്റഫറിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ എടോ താൻ എവിടെ ആയിരുന്നോ ഇവിടെ രീതിയിലായിരുന്നു പിന്നീട് മമ്മൂക്ക ചോദിച്ചത്. അപ്പൊ മമ്മൂക്ക അത് പ്രസ് മീറ്റിൽ പറയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ മമ്മൂക്ക പറഞ്ഞതുകൊണ്ട് എല്ലാവരും അറിഞ്ഞു കലേഷിന്റെ ആദ്യത്തെ സിനിമ ഏതാണെന്ന് ചോദിക്കേ. അപ്പൊ അത് മമ്മൂക്ക തന്നെ പറഞ്ഞു. അതെ അതെ അതെ. ഓക്കെ, ഇനിയിപ്പോ ലാൽ സാറിന്റെ കൂടെ ഒരു പടമുണ്ട്, നേര്. നേര് അത് ജീത്തു ജോസഫ് ലാലേട്ടൻ കോമ്പിനേഷനിൽ വരുന്ന പടമാണ്. ആക്ച്വലി ദൃശ്യത്തിന് ശേഷം അവരുടെ തിയേറ്ററിൽ ഇറങ്ങാൻ പോകുന്ന സിനിമ നേരായിരിക്കും. കാരണം ദൃശ്യം 2 OTT ആയിരുന്നു, 12th Man OTT ആണ്, റാം ഇതുവരെ വന്നിട്ടില്ല. അപ്പം നേര് മിക്കവാറും ഡിസംബർ റിലീസാണ് പ്ലാൻ ചെയ്യുന്നത്, ക്രിസ്മസ് റിലീസാണെന്ന് തോന്നുന്നു. അത് തീർച്ചയായിട്ടും ആക്ച്വലി അതിന്റെ ഷൂട്ടിന്റെ ഇടയിൽ ഇങ്ങനെയായിരുന്നു, ഞാനും ലാലേട്ടനും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൻ്റെ കൂടെയൊക്കെ സംസാരിക്കാറുണ്ടോ, അടുത്ത പടത്തിലുണ്ടോ എന്നൊക്കെ. അപ്പം ലാലേട്ടനമ്മ ആദ്യം കണ്ടപ്പം സെൽവ ചെയ്ത ആളാണെന്ന് മനസ്സിലായില്ല. പിന്നെ ആക്ച്വലി ഞാൻ ആന്റണി ചേട്ടനെ അതിന് മുമ്പ് ഞാൻ കണ്ടിരുന്നു. ഞാൻ വേറൊരു പടത്തിന്റെ ഷൂട്ടിന്റെ ടൈമിൽ. അപ്പൊ ആന്റണി ചേട്ടനാണ് പറഞ്ഞത്, അപ്പൻ്റെ കൂടെ ഉണ്ടായിരുന്ന, ഓ സോറി കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അയ്യോ എന്നോട് തന്നെ സോറി. അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും എനിക്ക് അതിലൊരു ചെറിയൊരു വേഷമാണ്. പക്ഷെ ജീത്തു സാറ് നമ്മളെ വിളിച്ചൊരു വേഷം തരുന്നു എന്ന് പറയുമ്പോൾ തന്നെ സന്തോഷമുള്ള കാര്യം. പിന്നെ അതിനകത്ത് കോമ്പിനേഷൻ ലാലേട്ടനുമായിട്ടാണ്. സോ ലെറ്റ്സ് സീ. ഇപ്പൊ മമ്മൂക്കയുടെ അടുത്ത് ഇപ്പൊ ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 1 ഇയറിനുള്ളിൽ ഒരുപാട് സ്ട്രഗിൾ അതിനുണ്ട്. ബാക്കിൽ ഇപ്പൊ നമ്മള് സ്ട്രഗിൾ ചെയ്യുന്ന ആരും കാണുന്നില്ല, റിസൾട്ട്സ് മാത്രമാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. ഈ ഒരു 1 ഇയറിനുള്ളിൽ മമ്മൂക്കയുടെ കൂടെയും അതേപോലെ ലാസറിന്റെ കൂടെയൊക്കെ വർക്ക് ചെയ്ത് എങ്ങനെ ഉണ്ടായിരുന്നു ആ രണ്ടുപേരെയും? ഞാൻ അങ്ങനെ ആലോചിച്ചില്ല. നമുക്ക് എന്താ പറയണ്ടേ, ആക്ച്വലി ഞാൻ ഈ കുഞ്ഞനന്തന്റെ കടയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒരു 2-3 സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് നിന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് നിന്ന സിനിമയാണ് സ്പിരിറ്റ്. ആ സ്പിരിറ്റില് അതായത് കോളേജ് കഴിഞ്ഞ ഉടനെ തന്നെ ഇങ്ങനെ നമ്മൾ എവിടെ പോകണം എന്ത് ചെയ്യണം എന്ന് അറിയാതിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ. അപ്പോൾ ആ സ്പിരിറ്റിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് നിന്നിട്ട് അതിനുശേഷം ഒരു 10 ഇയേഴ്സ്, ഇപ്പോൾ 11 ഇയേഴ്സ് ആവാറായി. 11 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ലാലേട്ടൻ്റെ ഒപ്പം അഭിനയിക്കാൻ പറ്റുന്നു. അതേപോലെ കുഞ്ഞനന്തന്റെ കട ആദ്യത്തെ സിനിമ, അത് കഴിഞ്ഞ് ഇപ്പം മമ്മൂക്കട. അപ്പോൾ ഒരു ലൈഫ് ഹാസ് കം എ ഫുൾ സർക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. ആ സ്ട്രഗ്ലിങ് ഇയേഴ്സ് സത്യത്തിൽ ഭയങ്കര, ഞാൻ അതിനെ അങ്ങനെ സ്ട്രഗിൾ ആയിട്ട് കാണുന്നില്ല. അത് പ്രിപ്പയറിങ് ഇയേഴ്സ് ആണ്. ഇപ്പം നമ്മളൊരു ഡിഗ്രി എടുക്കാൻ വേണ്ടി 4 വർഷം പഠിക്കണം, സ്കൂളിൽ നിന്ന് പാസ്സാവാൻ വേണ്ടി 12 കൊല്ലം പഠിക്കണം എന്ന് പറയുന്ന പോലെയാണ് സിനിമ. നമ്മൾ പഠിക്കണ്ടേ, സിനിമയെ പഠിക്കുക, അഭിനയം പഠിക്കുക. അപ്പം അതിന് എന്താ പറയണ്ടേ, എല്ലാവർക്കും തുടക്കത്തിൽ തന്നെ പെട്ടെന്നൊരു ഭാഗ്യം അങ്ങനെ ഉണ്ടാവും എന്നില്ല, കിട്ടുമെന്നില്ല. അപ്പം ഞാൻ ഒരു സിനിമയെ പഠിക്കുകയായിരുന്നു ആ ഒരു 9 കൊല്ലം. ഫിലിം സ്കൂളിലൊന്നും പോയിട്ടില്ല, പക്ഷെ എന്നാലും സിനിമകൾ കണ്ടും പിന്നെ നാടകം ചെയ്യുന്നുണ്ടായിരുന്നു. അതെ, 12ലാണ് തുടങ്ങുന്നത് തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിട്ട്. അതിനുശേഷം ഒരു 14 ആയപ്പോഴാണ് മനസ്സിലായത് തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിട്ട് നമുക്ക് അഭിനയം പഠിക്കാം, പക്ഷെ കാശുണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് കുറച്ച് ഡബിങ് ചെയ്തു. ഡബിങ്ങിൽ നല്ല കുറച്ച് ബിസിയായി. ഞാൻ തമിഴും മലയാളവും രണ്ടും അറിയാവുന്നത് കൊണ്ട് അത്യാവശ്യം എനിക്ക് മലയാളത്തിലാണ് കൂടുതൽ ഡബിങ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഡബിങ് ആർട്ടിസ്റ്റായിട്ട് ഒരു 6 കൊല്ലത്തോളം എനിക്ക് എന്താ പറയണ്ടേ, കുറച്ചൊരു ഇൻ ഡിമാൻഡിൽ നിൽക്കാൻ പറ്റി. അപ്പോൾ കുറേ തെലുങ്ക് തമിഴ് സിനിമകളൊക്കെ മലയാളത്തിൽ ഡബ് ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വരുമാനം കിട്ടി. പിന്നെ അഭിനയ കളരി എന്ന രീതിയിൽ തിയേറ്ററും ചെയ്തു. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞാണ് കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വർഷം അതിന്റെ റിസൾട്ട് ആണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കര പാടില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു 10 ഇയേഴ്സിലെ സ്റ്റോറി ആണെന്ന് ചോദിക്കട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഭയങ്കര ഒരു എന്താ പറയണ്ടേ, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമാണ്, അത് മാത്രം പറയാം. കാരണം നമുക്ക് കുടുംബത്തിന്റെ കൂട്ടത്തിൽ അപ്പം നിൽക്കാൻ പറ്റില്ല. കാരണം അവർക്കും നമ്മളിൽ നിന്നും പ്രതീക്ഷയുണ്ട്. അവരുടെ പ്രതീക്ഷയൊന്നും നമ്മൾ ആ വഴിക്കൊന്നും പോയില്ല.
പിന്നെ എൻ്റെ അച്ഛനൊരു കോളേജ് അധ്യാപകനാണ്. അപ്പം ഇപ്പം റിട്ടയർ ചെയ്തു. അപ്പം അച്ഛൻ പ്രിൻസിപ്പളൊക്കെ ആവുന്ന സമയത്താണ് ഞാനിങ്ങനെ സിനിമ എന്ന് പറഞ്ഞ് പോകുന്നത്. അപ്പം SD കോളേജിൽ, അതായത് ആലപ്പുഴ SD കോളേജിലെ പ്രിൻസിപ്പറിൻ്റെ മോന് സിനിമയിൽ എന്താ കാര്യം എന്നുള്ള രീതിയിൽ, അപ്പം അങ്ങനെ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആരും സിനിമയിൽ പോയിട്ടില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ നാട്ടിൽ നിന്നിട്ട് കാര്യമില്ല. അങ്ങനെ ആണ് ഞാൻ ചെന്നൈക്ക് പോകുന്നത്. ചെന്നൈയിൽ പോയതിന് ശേഷമാണ് എനിക്ക് ഡബിങ് ചാൻസ് കിട്ടാൻ തുടങ്ങുന്നത്. ഇതൊക്കെ ഒരു നിമിത്തമാണ്. നമ്മൾ ചിലപ്പം നാട് കിട്ടുന്നത്. ഇതേപോലെ തന്നെ വിനീതേട്ടന്റെ ആണെന്നുണ്ടെങ്കിലും ഇതിനു മുമ്പ് വിനീതേട്ടന്റെ കൂടെ മിന്നലഴകി കോളേജിൽ പഠിക്കുന്ന സമയത്ത് റിസർച്ച് ആണല്ലോ. കോളേജിൽ പഠിക്കുമ്പോൾ രാജഗിരിയിലാണ് ഞാൻ പഠിച്ചത്. കോളേജ് ഫസ്റ്റ് ഇയർ ആണെന്ന് തോന്നുന്നു. അതെ, ഫസ്റ്റ് ഇയറിന്റെ ടൈമിലാണ് വിനീതേട്ടൻ ഫ്രഷേഴ്സ് ഡേക്ക് വേണ്ടി വന്നു. അപ്പം ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നു, ഞങ്ങളെയൊക്കെ കണ്ടു, പെർഫോം ചെയ്യുന്നതൊക്കെ കണ്ടു. അപ്പോഴാണ് പറഞ്ഞത് ഇതുപോലെ റോമയുടെ ഒരു പാട്ട് പൃഥ്വിരാജൊക്കെ അവസാനം വരുന്നത് മിന്നുമഴകേ, ആ പാട്ട്. അപ്പം ജെയ്ക്സ് ബിജോയ് ആണ് അതിന്റെ മ്യൂസിക്. അപ്പൊ അതിന് കുറച്ച് കോളേജ് പിള്ളേരെ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയതാണ്. അപ്പൊ അതിനകത്ത് റോമയുടെ കൂടെ നിൽക്കുന്ന പോലെയും റോമയുടെ പുറകെ നടക്കുന്ന പോലെയൊക്കെയുള്ള കുറെ സീൻസ്. സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യം എനിക്ക് ആക്ഷൻ കട്ട് പറയുന്നത് വിനീതേട്ടനാ, ആ രീതിയിൽ നോക്കുമ്പോൾ. പിന്നീട് ഒരു 13 കൊല്ലത്തിന് ശേഷം ആണ് വീണ്ടും വിനീതേട്ടനാണ് നമ്മളെ സിനിമയിലേക്ക്. ഇനിയിപ്പോ അടുത്ത കണക്ഷൻ വേണം ഞാൻ പറയാം. ജെയ്ക്സ് ബിജോയ് പ്രസൻസ് അടുത്ത IFFA സെലക്ട് ആയിട്ടുള്ള നെക്സ്റ്റ് മൂവി അല്ല, പക്ഷെ അത് ജെയ്ക്സ് ബിജോയ് അല്ല, അത് ജിയോ ബേബി പ്രസൻസ്. ജിയോ ബേബി, അതായത് നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചന്റെ ഒക്കെ ഡയറക്ടർ ജിയോ ബേബി സാർ ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. തമിഴ് സിനിമയാണ്. IFFA ഗോവയിൽ സെലക്ടഡ് ആണ്. അതെ, അത് പ്രീമിയർ ആണ്, വേൾഡ് പ്രീമിയർ ഇൻ ഇന്ത്യൻ പനോരമ സെക്ഷൻ ഓഫ് IFFI, അപ്പം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ. അപ്പം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിലിം ഫെസ്റ്റിവൽ അതാണ്. എസ്പെഷ്യലി ഗവൺമെന്റ് അക്രഡിറ്റഡ് ആയിട്ടുള്ള. നമുക്കിവിടെ എങ്ങനെ IFFK ഉണ്ടോ, ഇന്ത്യൻ ഫുൾ ആയിട്ടുള്ള ഫെസ്റ്റിവൽ നോക്കുമ്പോൾ IFFI ആണ് ഗോവയിലാണ്. ഇതിനു മുമ്പൊക്കെ നമ്മൾ IFFA പോകുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഒരു ആർട്ടിസ്റ്റിനുള്ള ആഗ്രഹമാണ്, ഓക്കെ ഇനി അടുത്ത എല്ലാ വർഷവും നമ്മൾ പറയും അടുത്ത ഞാൻ വരുമ്പോൾ എന്റെ പടം ഇവിടെ റിലീസ് ഉണ്ടാവും, അത് കാണാനായിരിക്കും വരുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്, ഇനിയിപ്പോ പോവാൻ പോവല്ലേ, എങ്ങനെയുണ്ട് ആ ഒരു? അതെ, ഞാൻ IFFIയിൽ ഇതിനു മുമ്പ് ആക്ച്വലി എന്താ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞനന്തന്റെ കട IFFIയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എന്നെ ആർക്കും അറിയില്ല. ഇപ്പോ താങ്ക്ഫുള്ളി ഹൃദയത്തിന് ശേഷം ഗാർഗി ചെയ്തത് കൊണ്ട് തമിഴിൽ അത്യാവശ്യം, കാരണം ആ സായി പല്ലവിയുടെ കൂടെ ഉള്ള ക്യാരക്ടർ ആയിരുന്നല്ലോ. അപ്പം ഗാർഗിക്ക് ശേഷമുള്ള തമിഴ് സിനിമ ഇതാണ്. അപ്പം ഇത് ചെയ്തെങ്കിലും കുറച്ചൊന്ന് അത് റിലീസാവാൻ കുറച്ചൊന്ന് ഡിലേ ആവുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് ഇത്രയും വലിയൊരു ഫിലിം ഫെസ്റ്റിവലിൽ, അതും അതിൻ്റെ കൂടെ ഉള്ളത് വെട്രിമാരൻ്റെ വിടുതലൈ ആണ്. അപ്പം പ്രീമിയർ കിട്ടുന്ന ഈ സിനിമയ്ക്കാണ് ലിജോമോൾക്ക് തമിഴിൽ ജയ് ഭീമിന് ശേഷം ചെയ്യുന്ന ഒരു സിനിമയാണിത്. അപ്പൊ ലിജോമോളും ഞാനുമാണ് അതിനകത്ത് പ്രധാന കഥാപാത്രങ്ങളിലുള്ളത്. പിന്നെ അതുകൂടാതെ ഒരു പുതിയൊരു കുട്ടിയുണ്ട്, അനുഷ എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ രോഹിണി ചേച്ചി ഉണ്ട്, വിനീത് സർ ഉണ്ട് നമ്മുടെ. അപ്പം ആക്ച്വലി ഇതിന്റെ പറയുകയാണെങ്കിൽ പ്രൊഡ്യൂസർ മലയാളി, അഭിനയിക്കുന്ന നമ്മളൊക്കെ മലയാളികൾ. പിന്നെ ഡയറക്ടർ ജയപ്രകാശ് രാധാകൃഷ്ണൻ, പുള്ളിയും മലയാളിയാണ്, പടം തമിഴാണ്. അപ്പം അതിനൊരു മലയാള ഫീലുള്ള ഒരു തമിഴ് സിനിമയായിരിക്കും. അപ്പം എന്തായാലും ഇനി അത് IFFIയിൽ സ്ക്രീനിങ്ങിന് ശേഷം ഹോപ്പ്ഫുള്ളി നല്ലൊരു റിലീസും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം.